Hello guys, welcome back to our YouTube channel and our vlogs. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറേയായി ലോങ് വീഡിയോ ഒന്നും ഇടാറുണ്ട്. ചെറിയ ഷോർട്സ് എല്ലാം ആക്കിയിട്ടാണ് ഇടല്. നീയൊക്കെ പരീക്ഷ ആയതുകൊണ്ടാണ്. പരീക്ഷ കഴിഞ്ഞൊന്നുമില്ല, നാളെയും കൂടി ഒരു പരീക്ഷയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെറിയൊരു വീഡിയോ നമുക്ക് ഇടാം. വീഡിയോ എന്ന് പറയാൻ നമ്മുടെ ഈ വീട്ടിൽ എന്തെല്ലാം ആക്കുന്നത് അങ്ങനെയുള്ളൊരു ചെറിയ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്ന് വെള്ളരിക്ക സമ്മന്തി ആക്കാം. വെള്ളരിക്ക സമ്മന്തി എങ്ങനെ ആക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളരിക്ക സമ്മന്തി ആക്കട്ടെ. വെള്ളരിക്ക സമ്മന്തി ആക്കിയാൽ ഇവർക്ക് ചോറിന് നല്ല ഇഷ്ടമാണ്. ഇവർ മത്സ്യം കഴിക്കാത്തവരല്ലേ, അപ്പോൾ അവർക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളരിക്ക സമ്മന്തി ആക്കാം, നമുക്ക് മത്സ്യക്കറി. അപ്പോൾ ഞാൻ തക്കാളിയെല്ലാം തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളിയെല്ലാം തോല് കളഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ തക്കാളിയെല്ലാം തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ തോല് ഞാൻ എന്ത് ചെയ്തു ചെടിക്കിടും, വളമാണ്. അപ്പോൾ ഞാൻ വെള്ളരിക്കെല്ലാം മുറിച്ചിട്ടിട്ട് ഈ ചെടിയിനകത്ത് കൊണ്ടിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് കിട്ടിയ വെള്ളരിക്കായത് ആ കുരുവിൻ്റെ അകത്ത് ഇങ്ങനെ വീണ് പൊടിച്ചതാണ്. അപ്പോൾ ഒരു വെള്ളരിക്ക ഉണ്ട്. ഞാൻ വിചാരിച്ചത് എന്നാലും ഇന്ന് വെള്ളരിക്ക സമ്മന്തി അരക്കാണ്. അപ്പോൾ വെള്ളരിക്ക സമ്മന്തി അരക്കട്ടെ. അപ്പോൾ വെള്ളരിക്ക സമ്മന്തി എങ്ങനെ ആക്കുമെന്നാ, ഇതിങ്ങനെ ചെറുങ്ങനെ നമ്മൾ ഇങ്ങനെ തരിച്ചിട്ട് മുറിച്ചിടും. ചെറുങ്ങനെ മുറിച്ചിട്ടെ, ചെറുങ്ങനെ മുറിച്ചിട്ട് അത് നല്ലോണം ഉപ്പും കൂട്ടിയിട്ട് ഇങ്ങനെ മുറിക്കുക. ചെറുങ്ങനെ കടുമാങ്ങ ആക്കുമ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് സമയം പെരക്കിയിട്ടാണ് വെക്കും. അതിന് ശേഷം മാങ്ങ സമ്മന്തി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ അരക്കുന്ന കാണിച്ചു തരാം. മാങ്ങയൊന്നുമില്ല. ഇന്നലെ മുറിച്ച് വെച്ചതിൻ്റെ പകുതി മാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനെക്കൊണ്ട സമ്മന്തി അരക്കേണ്ടത്. അപ്പോൾ ഇത് സമ്മന്തിക്ക് മുറിച്ചിടുമ്പോൾ നീ ഒരു കഷ്ണം അരക്കതായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കഷ്ണം എന്താണ് അപ്പോൾ നീയൊക്കെ ഒരു കഷ്ണം കൊടുക്കാട്ടോ. ഞാനിങ്ങനെ സമ്മന്തി അരക്കല്. പിന്നെ മാങ്ങ വലിങ്ങനെ മുറിച്ചിടും. എന്നിട്ട് മിക്സിയിൽ നിന്ന് മറ്റ് മുട്ടീനെ ഇതില്ലേ ഓരോ വിരലുണ്ട്, അതിനെ കൊണ്ട് കുത്തിയിട്ടാണ് ഇടല്. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യല്. ഇപ്പം ഞാൻ മാങ്ങ ഇങ്ങനെ വണ്ണത്തിൽ മുറിച്ചിടും. മിക്സി നല്ലോണം എടുക്കും. അപ്പം നല്ലോണം അരിയും. എന്നിട്ടാണ് സമ്മന്തി അരക്കല്. ഇനി ലേശം മുളക് വാട്ടിയിട്ട് കായ്മുളകില്ല, അതുകൊണ്ട് മുളക് വാട്ടിയിട്ടാണ് ഞാൻ സമ്മന്തി അരക്കല്. മുളക് വാട്ടിട്ട് അനക്ക് കുറേ ദിവസമായി മത്സ്യക്കറിയില്ലാതെ. അപ്പം അനക്കും സിമ്പക്കും അനക്ക് കറിയും സിമ്പക്ക് കഷ്ണം. അപ്പോൾ ഞാൻ വെച്ച് വേഗം വെച്ചിട്ട് കൊടുക്കാം സിമ്പക്ക്. സിമ്പ എൻ്റെ ഉള്ളിൽ ഒരേ കരച്ചൽ അറിയുന്നത്. ഇതെന്താ സാധനം എന്താ ആലോലിക്ക. ഇത് മഴയായതുകൊണ്ട് വിത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറിച്ചുകൊണ്ട് വെച്ച് കിട്ടിയതാണ്. അപ്പോൾ ഇത് നമ്മൾ വേഗം ഉണങ്ങി നല്ല വിത്താവും. ഇതിൻ്റെ ഉള്ളിലൊരു ചേരി ഉണ്ടാവും. ഇത് കുരുവെടുത്ത് വെച്ചിട്ടാകുമ്പോൾ ഇതിൻ്റെ ചേരി എനിക്ക് തേക്കാൻ തരും. നല്ല സുഖം ഉണ്ടാകും തേക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് 2-3 ദിവസമേ നല്ല ഇതുണ്ടാവും. പിന്നെ അത് ഇങ്ങനെ അമിഞ്ഞ പോലെയാവും, പൊതിർന്നു പൊതിർന്നു പോകും. നല്ല സുഖം ഉണ്ടാവും തേക്കെ. ഇത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് കുലുങ്ങുന്നൊന്നുമില്ല. മറ്റിങ്ങനെ ഉണങ്ങിയാൽ നല്ലോണം കുലുങ്ങും. ഇത് കുലുങ്ങുന്നൊന്നും അതിനകത്ത് വിത്തില്ലേന്ന് പറയാൻ കഴിയില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മുറിച്ച് നോക്കാം. നേരത്തെ എടുത്തതിൻ്റെ ഒരു ചെറിയ കഷ്ണം ചേരി ഉണ്ടായിനിട എടുത്തിയാടി ഞാനത്. അത് എടുത്തിയാടല്ല, കാക്കൊത്തി കൊണ്ടുപോയതല്ലേ. ഞാൻ എടുത്തിയാടിയതാ. മീൻകറി അടുപ്പത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേണ്ടി തക്കാളിക്കറി വെച്ച് നമ്മൾ മീൻ കൂട്ടൂല. കുഞ്ഞി പൂച്ചയുണ്ട്, അത് എന്നെ കണ്ടപ്പാട് ഓടുന്നതാ. കുഞ്ഞിപ്പൂച്ച ഉണ്ടായിനി. ഇപ്പൊ നോക്കുമ്പോ 2 എണ്ണേ ഉള്ളൂ. അതിനെന്തോ കൊണ്ടുപോയി. നായിയാന്നോ സംശയമുണ്ട്. അത് നായി വഴി തന്നെ ഓടുന്നുണ്ടായിരുന്നു. അത് നായിന്റെ വയലായിരിക്കും. അത് 3 എണ്ണത്തിൽ നല്ല വൃത്തിയുണ്ട് കാണാൻ. ഈ മുറ്റത്ത് തന്നെ കളിക്കുന്നുണ്ട്. ആൾക്കും കണ്ടെടുക്ക കിടന്നിട്ടുണ്ട്. അതിന് പേടിയൊന്നും ഇല്ല എന്നെ. അങ്ങ് അടുത്ത് പോകുമ്പോ മറ്റേത് ദൂരെ നിന്ന് കാണുമ്പോ തന്നെ കാണും. ഇപ്പം കാണിച്ചെന്നില്ലേ കമ്പനി പൊത്ത നല്ല രസമുണ്ട് അടുത്തുനിന്ന് കാണാൻ. ദൂരെ നിന്ന് കാണുന്നതിനെക്കാട്ടി രസം അടുത്തുനിന്ന് കാണാനാണ്. അപ്പൊ ഞാൻ ലേശം മുളക് ഇങ്ങനെ ചൂടാക്കും. ചെറിയ ചൂടാക്കലേ ആക്കും. വാട്ടും മുളക് ചെറുങ്ങനെ വാട്ടി എടുത്തിട്ട് മുറിച്ചിട്ട് മാങ്ങിയും ലേശം തേങ്ങ പൊട്ടിച്ചു. അത് തേങ്ങ ലേശം ഇട്ടതെന്നാ തേങ്ങ ഇങ്ങനെ ചിരണ്ടുമ്പോ ലേശം ഇട്ടതല്ല, ചിരണ്ടുമ്പോ ഇങ്ങനെ ഓട്ടുന്ന അടിയിട്ട് വീണിയാണ്. അപ്പൊ ഞാൻ മാങ്ങ അരക്കുമ്പോ അതിൻ്റെ ഒപ്പം അരക്കാന്ന് ഞാൻ ചരച്ചത്. അപ്പൊ ഞാൻ മാങ്ങ ഇങ്ങനെ അരച്ചെടുക്കും. ഇങ്ങനെ അരച്ചിട്ട് എടുക്കലാണ്.
വെള്ളരിക്ക സമ്മന്തി എന്ന് പറഞ്ഞാലേ ഞാൻ നേരത്തെ വെള്ളരിക്ക മുറിച്ച് പെരക്കി വെച്ചിന് ഉപ്പും കൂട്ടിയിട്ട്. അപ്പോൾ ഇത് മാങ്ങയും തേങ്ങയും കൂടി അരച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഇതാക്കി വെക്കുക. കുറച്ച് സമയം ഇങ്ങനെ ആക്കി വെക്കുക. നല്ല രസമുണ്ടാവും ഇത് തിന്നാലമ്മ. ചെമ്മീൻ സമ്മന്തി അരക്കാന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ചെമ്മീൻ സമ്മന്തി വേണ്ട, നമുക്ക് വെള്ളരിക്ക സമ്മന്തിയാണ് വേണ്ടത്. നീയാന്ന് രഞ്ജു ഇല്ല, രഞ്ജു ക്ലാസ്സിന് പോയി. അപ്പോൾ നീയ പറഞ്ഞ അമ്മ നമുക്ക് വെള്ളരിക്ക സമ്മന്തിയാണ് വേണ്ടത്. ഞാൻ ചെന്നാൽ ഇങ്ങനെ അരച്ചു കൊടുക്കാന്ന്. ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പെരക്കിയിട്ട് സമ്മന്തിൻ്റെ അപ്പുറം ഇങ്ങനെ പെരക്കിയിട്ട് ഇങ്ങനെ വെക്കും. ഇനി ഇത് കടുവും കറിവേപ്പിലയും കായ്മുളകും ഇതിൽ വറുത്തിട്ടെ. കായ്മുളകില്ലാതുകൊണ്ട് പിന്നെ കറിവേപ്പിലയും കടുവും ഇത് കുറച്ചിങ്ങനെ ആക്കി വെച്ചിട്ട് നീക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുക്കട്ടെ. നീ എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടേ? കറണ്ട് പോയിട്ടാണ് കാണുന്നുണ്ടോ നമുക്ക് അറിയില്ല. എന്നാ ഇന്ന് എന്തോളം കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കാം. അപ്പോൾ രസമുണ്ടാ? ഇതും കൂട്ടിയിട്ട് ചോറ് തിന്നാനൊരു ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലേ? നല്ല രസമുണ്ടാവും. ഇത് മാത്രം മതി ചോറ് തിന്നാൻ. അപ്പോൾ ഇനി ചോറ് തിന്നാനായിട്ടല്ലോ ഒരു സമ്മന്തി ആക്കി വെച്ച് ഇന്നലെ ഒരു ചക്ക ഉണ്ടായിരുന്നു, ഒരു കഷ്ണം. അപ്പോൾ ഇവർ പറഞ്ഞാൽ ജ്യൂസ് അടിക്കണം. അപ്പോൾ ആ ചക്ക നമുക്ക് ജ്യൂസ് അടിക്കാൻ വയ്യ. പാല് നമ്മളെ ഫ്രിഡ്ജിന് നമ്മൾ ഫ്രിഡ്ജില്ലേ, ഇത് ഫ്രിഡ്ജ് കട്ടയാകുന്നില്ല. ഇത് ഫ്രിഡ്ജ് പിന്നെ ഈ ഡോറിൻ്റെ ഇവിടെ പൊട്ടിയിട്ടാകുമ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് കട്ടയാകുന്നില്ല. എന്താ പാല് വെച്ചിട്ട് കട്ടയാകുന്നില്ല. എന്നിട്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പാല് കട്ടയാകാൻ വേണ്ടിയിട്ട്. കട്ടപ്പാലിട്ടിട്ട് ഇവർക്ക് ചക്ക ജ്യൂസ് അടിക്കണം. നമ്മൾ പറഞ്ഞ ബയ്യ അടിച്ചു നോക്കാന്ന്. രഞ്ജു വരട്ടെന്നിട്ടാകുമ്പോൾ അടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ബയ്യ അടിക്കാം അല്ലേ? ഇപ്പം നമ്മൾ ചോറും കറിയെല്ലാമായി. നമ്മൾ ഞാൻ നീയൊരു ടി വി ആണ്. നീ പഠിക്കൊന്നുമില്ല, ടി വി ആണ് വയ്യ. ഈസി പരീക്ഷയാണ്, അതുകൊണ്ട് പഠിക്കാൻ എനിക്കത് ബൈഹാർട്ടാവും. വരുമ്പോൾ മോളെ പരീക്ഷ എന്തുണ്ടെന്ന് ചോദിക്കും. ഒന്നാം പറയും ഈസിയാന്ന്. എനിക്ക് മാത്സും ഹിന്ദിയാന്ന് ടഫ് എന്ന് പറയും. ബാക്കിയെല്ലാം ഈസിയാന്ന് പറയും. പരീക്ഷ പേപ്പർ കിട്ടിയിട്ട് നമ്മൾ കാണാം. പക്ഷെ ഇതിന്റെ പരീക്ഷ പേപ്പർ കിട്ടൂലല്ലോ അല്ലേ? പഴുത്ത ചക്ക വിചാരിച്ചു ഇവരെ അത് ജ്യൂസ് അടിക്കുന്ന പറഞ്ഞിട്ട്. അപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിടണം. മാമനാന്ന് പറഞ്ഞത് പഴുത്ത ചക്ക ജ്യൂസ് അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം പഴുത്തയൊക്കെ ജ്യൂസ് അടിച്ച ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ പകുതി കൊത്തി വെച്ചിട്ട് എന്തോ പോലെ ആയി. കൊത്തി വെച്ചിട്ട് നല്ല മണവും ഇരുന്നിട്ടിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടിട്ട് നോക്കുമ്പോൾ പാത്രം കാലി തെരിച്ചമ്മ കൊത്തി തന്നു. ജ്യൂസ് അടിക്കാൻ വേണ്ടി ആകെ അത്രയേ ഉള്ളൂ. ചേച്ചെന്നാൽ 2-3 ജ്യൂസ് അടിച്ച് നോക്കാലാന്ന് വിചാരിച്ചു, ടേസ്റ്റ് നോക്കാലാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇരുന്നിട്ടത് അവർ തെച്ചു തിന്നു. ഇരുന്നിടാൻ ആരും സഹായിക്കൊന്നുമില്ല. ഇതിൻ്റെ പോണ്ടി വേണ്ട, പോണ്ടി ഇത്ര തടിയുണ്ടോ, നല്ല മധുരമുണ്ടോ. ഞാൻ ചക്ക ജ്യൂസ് അടിച്ച് നോക്കട്ട്. മുറിച്ചിട്ടിട്ടുണ്ട്. ചക്ക അടിച്ചോ ഇങ്ങനെ കുത്താൻ കഴിയില്ല. ഇതിന്ന് കുത്തുന്ന പ്ലഗ് ടി വിന്റെ അടുത്ത് പോയി. അപ്പൊ ടി വിന്റെ അടുത്താ കുത്തി. പിന്നെ ഇതിപ്പോ അപ്പുറം ഇപ്പുറം ഊരലായി. ഇപ്പൊ ടി വി ആണ്ടേക്ക് ഈടുന്ന് ഊരിക്കൊണ്ടിപ്പോ അരക്കണ്ടി കാടം ഊരിട്ട് ഇടക്കൊണ്ടുവരും. ഇത് പോയി, ഇത് പോയി, ഇത് പോയി. ഞാൻ ഷോക്ക് അടിക്കാനാ. ചോക്കടിച്ച് മരിക്കുന്നതായിരിക്കും. ഞാൻ അടിക്കുമ്പോൾ രഞ്ജു പറഞ്ഞ അമ്മ ഇതിനകത്ത് ഐസും കട്ടിയിടണമെന്ന്. അപ്പോൾ ഓള് അതിനകത്ത് ഐസും കട്ടിയിടുന്നുണ്ട്. 2-3 ഐസും കട്ടിയിടും.
ചക്കേന്റെ എന്തോ ഒരു മണമുണ്ട് അല്ലേ? കൊണ്ടാത്ത മണം ഞാൻ നെഞ്ചു പറഞ്ഞ് ഇതിൽ ഐസും കാട്ടിയിട്ട് അടിക്കാം. ഓട് ഐസും കാട്ടാതെ കിട്ടായിട്ട് പാടുണ്ട് എന്ന് വെച്ചാൽ പെട്ടി പൊന്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. ഇത് പൊന്തി നിന്നിട്ടാ അപ്പൊ കുറച്ചേ ഉള്ളൂ. നല്ല അടിച്ചോക്കാം. ചക്ക നല്ല ജ്യൂസായിട്ടുണ്ട്. ഇത് കുടിച്ചോക്കട്ടെ. അപ്പൊ നല്ല രസമുണ്ട്. നല്ല രസമില്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ കുടിച്ചോക്കട്ടെ. രസം നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. ചക്ക ജ്യൂസ് അടിച്ചു നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലേനു. അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊക്കെ അടിച്ചു നോക്ക്, അടിച്ച് കുടിച്ചു നോക്കി. നല്ല ടേസ്റ്റ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ടേസ്റ്റാണ്. അല്ലേ നീ? നല്ല രസമില്ല ഇത്. ഇത് ചക്കേൻ്റെ ഒരു ഇതേ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.